കിളികളെ ഫുഡ് കഴിക്കൂ. ഈ കുട്ടിയുടെ മുഖം കണ്ടിട്ട് ബോംബ് വെക്കാൻ തോന്നിയില്ലോടാ. മുഖത്ത് നോക്കിയിട്ടാണോ ആൾക്കാർ ബോംബ് വെക്കണത്? എന്തായാലും ഈ പെൺകുട്ടിയുടെ വണ്ടിയിൽ ബോംബ് വെച്ച ആൾക്കാർ തീരെ ശരിയല്ല. ശരിയല്ല എന്നുള്ളത് ഉറപ്പല്ലേ? ഇവളുടെ പേരെങ്കിലും അറിയാതെ നീ പോന്നത് തീരെ ശരിയായില്ല. അതിനാ കുതിര ചാടാതെ അവിടെ ഒന്ന് അടങ്ങി നിക്കണ്ടേ? ഇതാണ് പറഞ്ഞ എവിടെങ്കിലും പോകുമ്പോ തനിച്ചു പോലെ എന്നെയും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞത്. ഞാനായിരുന്നെങ്കിൽ ഇവളുടെ ഇടവക പള്ളിയും മാമൂദീശ കണക്ക് അറിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ. എന്തോ ഇടവകപ്പള്ളിയോ? പിന്നല്ലാതെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ നല്ലൊരു നസ്രാണി കുട്ടിയാണെന്ന്? കണ്ടാലൊരു കാര എന്നൊക്കെ പറയണ പോലെ. അയ്യടാ അവന്റെ ഒരു പ്ലാര. മുഖശ്രീ കണ്ടാൽ അറിയാം ആനയും അമ്പാരിയുമുള്ള ഒരു നായർ തറവാട്ടിലെ ഒരു നായർ കുട്ടിയാണ്. ഒരു ഇന്ദിര. ഇന്ദു പ്രസാദ്. ഇന്ദു പ്രസാദ് എന്നൊക്കെ പറഞ്ഞ നല്ല ചേർച്ച ഉണ്ടല്ലോടാ ഫ്രണ്ടി. എന്താ ക്ലാര ഫ്രെഡി വല്ല ചോർച്ചയുണ്ടോ? ഇന്ദു പ്രസാദ് ആണ് നല്ലത്. ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്, ക്ലാര ഫ്രെഡി, ഇന്ദു പ്രസാദ്. ഒരു പട്ടി. ആഹാ, പട്ടി പ്രസാദ്. എന്ത് നല്ല പ്രാസം. വിളിക്കാൻ പ്രയാസം. ഹായ്, നല്ല രസം. ഡാഡി, ഇതാണ് എന്റെ മമ്മി. ഇതാണ് മോളുടെ മമ്മി. അങ്ങളെ എന്റെ മമ്മിയെ കണ്ടോ? നല്ല മമ്മി. ഞാനൊരു ഉമ്മ കൊടുക്കട്ടെ? ഉമ്മ. ഡാഡി, ഞാൻ നമ്മുടെ ഫോട്ടോയിൽ വെച്ചോട്ടെ? ഓ, മോള് കൊണ്ടുപോയി ഡാഡി ഫ്രെഡി ഞങ്ങൾ ഇരിക്കുന്ന ഫോട്ടോ ഇല്ലേ, അതിൽ ഫ്രെഡി ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് കീറിക്കളഞ്ഞ് അവിടെ മമ്മിയുടെ ഫോട്ടോ എടുത്ത് നോക്കിയേ. ഹായ്, നല്ല ഡാഡി. ഡാഡി മമ്മിക്ക് ഒരു മോടുക്കട്ടെ. ഞാൻ വെക്കും ഉമ്മ. ഏയ് കുറുമ്പി പൂച്ചക്കണ്ണി, നീ ആരാ? എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറുമെന്ന് കൈനോട്ടക്കാരൻ പറഞ്ഞ പെണ്ണ് നീയാ? കുറുമ്പിയ നീ, കുറുമ്പിയ. നല്ല അടി കിട്ടും. വീട്ടിലെ ഞാൻ ഉമ്മാക്കും. ഇനി ഞാൻ ഉമ്മാക്കും. എന്നെ ഉമ്മാക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. വീട്ടിലെ ഞാൻ വിടമാട്ടെ. ഉന്നേ വിടമാട്ടെ. പ്രസാദ്. പ്രസാദല്ല, നിന്റെ പ്രസാദേട്ടൻ. എന്താ ഡാഡി? ഒന്നില്ല കേട്ടാ. ഡാഡിയുടെ മേത്ത് നാഗവല്ലിയുടെ ഒരു അല്ലി കൂടിയതാ. അതുകൂടി എടുത്തു വെക്കണം. മോളറിയിക്കോട്ടാ. എനിക്കിത് കാണാൻ വയ്യ. അങ്കിൾ, ഡാഡി താഴെ പോയി. നമുക്ക് നാളെ രാവിലെ പറക്കിയെടുക്കാട്ടാ. ഗുഡ് നൈറ്റ്. ഇന്ദു. ജന്തു? ജന്തു അല്ല, ഇന്ദു. ഞാൻ പറഞ്ഞില്ലേ, കനേഡിയൻ സുന്ദരി. നീ ഒരു കാര്യം ചെയ്യ്. അല്ലെങ്കിൽ വേണ്ട, നീ ഒരു കാര്യം ചെയ്യണ്ട. നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി ആ ബോംബിന്റെ കാര്യം പറഞ്ഞിട്ട് വരാം. ഓക്കെ? കിടക്കുന്നവിടെ വണ്ടി 1 മണിക്കൂറിനുള്ളിൽ ഈ കോംപ്ലക്സ് മുഴുവൻ പൊട്ടിത്തകരാൻ ശക്തിയുള്ള ഒരു മീറ്റർ ബോംബാണ് ഈ ബാഗിലുള്ളത്. കാര്യം ഇവിടെ കൊണ്ടു വെച്ചാൽ. Yes, I am sorry. ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിരുന്നു. കുറച്ച് സീക്രട്ടാ. സീക്രട്ടോ? മനസ്സിലായി. അതിന് വേറെ ആളെ നോക്ക്. അല്ല, എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിയായിട്ട് തന്നെ ധരിച്ചിരിക്കുന്നത്. തന്റെ ഈ വേഷം കിട്ടുന്ന എന്റെ അടുത്ത് വേണ്ട. പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഡോണ്ട് പ്ലേ റൊമാൻസ് ടു മീ. അല്ല, എന്തായി? പറയാൻ പറ്റില്ല. ഞാനെന്തോ ലൈൻ അടിക്കാൻ ചെന്നു അവളുടെ വിചാരം. അതേലോ, മനസ്സിൽ ഇത്തിരി ലൈൻ ഉണ്ടല്ലോ. എന്താ നോക്കണേ? എന്ത് ഞാൻ പറഞ്ഞ ശരിയല്ലേ?
അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്താണെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തിനാ നിനക്ക് ഇത്ര പേർക്ക് സിമ്പതി? അതൊരു ജീവൻ അപകടത്തിൽ പറഞ്ഞാന്ന് വിചാരിച്ചിട്ടാ. അയ്യോ, ഒരു പുണ്യാളച്ചൻ. ബോംബ് പൊട്ടി ചാകാരന്റെ വിജയെങ്കിൽ നമുക്ക് തടക്കാൻ പറ്റില്ലടാ. നോക്കിയൻ, അറിയാത്ത പിള്ളിക്ക് ചൊറിയും പറയും. നീ ഇവിടെ കുറുകിയെ കണ്ടിറങ്ങി വാ. നീ അങ്ങോട്ട് നോക്കി. അയ്യോ, അതെന്തത്? തല തപ്പണതാണോ? അയ്യോ, എന്താണ് ഇതിനകത്ത്? ഒരു ബോംബ് നോക്കാൻ വന്ന ബോംബാ? പോയി. എന്താ? അവൻ പോയി. നീ ബോംബ് എടുക്ക്. അമ്മേ, ബോംബ്. ഒരു ബോംബിൻ ബ്രദറിനെ കണ്ടോ? എന്നെ ഓടിച്ചു വരുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവിടെ നിൽക്കാൻ. ചേട്ടാ, ഒരു ബോംബ് വയ്ക്കുന്ന ആളിൽ വന്നോ? ഇല്ലേ? ഹായ്. ചേട്ടാ, അതാ ബാഗ്. ഇതിവിടെ വെച്ചിട്ട് പോയാലേ കള്ളന്മാരൊക്കെ സ്ഥലമാ. ചേട്ടോ, ബാഗ്. ചേട്ടോ, ബാഗ് വേണ്ട. ചെവി കേൾക്കൂലേ? വേണ്ട. ബാഗ് ബോംബ് വെച്ചിട്ടുള്ള കല്യാണം കണ്ടേ? പിന്നെയും പെട്ടു. അച്ഛനെ, ഒരു ബോംബ് ആയിട്ട് പോണണ്ട. ഈ ബോംബ് വെച്ച് ഈ പിന്നെ എവിടെ പോയിരിക്കണത് അറിയില്ല. അതിപ്പോ പൊട്ടു. എനിക്കിവിടെ പോണം. ഒരു ബാഗൊക്കെ ആയിട്ട് വൃത്തിയേട്ട കുള്ളൻ, കറുത്ത കണ്ണട വെച്ചവൻ. എന്റെ അച്ഛൻ എന്നെ കണ്ട അറിയാൻ പറഞ്ഞേ. എനിക്ക് എന്താ കാണിക്കുന്നേ? അത് പെണ്ണല്ല, പ്രതിമയാ. കാലത്ത് ഇറങ്ങിയുള്ള എടുത്തമാര് ഒരു പെണ്ണിന്റെ പ്രതിമയെ പോലും വെറുതെ വിളിന്ന് പറഞ്ഞേ. സോറി. തന്റെ ഒരു സോറി. Take it easy. Okay, bye. I'm sorry. പെണ്ണി എവിടെ പോയി തപ്പി ബോംബാറ്റം പൊട്ടി എന്റെ കൂളിംഗ് ഗ്ലാസ് പോലെ. ദൈവമേ, ആരാണ് പറയുന്നത്? നമസ്കാരം. ഹായ്. ഇതൊന്ന് പിടിക്കോ? മൂത്രം ഒഴിക്കാനാ? കൊറേ ഉണ്ടേ മൂത്രം. രക്ഷപ്പെട്ടു. അവിടെ പൊട്ടിക്കോളും. ഇയാക്കുന്ന തലയില്ലേ? ഫ്രെഡി, എന്താണത്? അയ്യേ, ബോംബിന്റെ ഇടയിൽ ഈ പണി. അവൻ രക്ഷപ്പെടുമോ? എന്താ ബോംബ് പൊട്ടി? ബോംബ് മിസ്സായി. മിസ്സാകാൻ വഴിയില്ല. ഒരു ബാഗിലിട്ടല്ലോ. ബോംബ്. വാതിൽ മാറിപ്പോയ. ഇപ്രാവശ്യം ബോംബ് മിസ്സായല്ലോ സാർ. ഇതാണ് മിസ്സിംഗ് ബോംബ് ഓപ്പറേഷൻ. നമ്മൾ വളരെ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. അവൾക്കത് വിധിച്ചിട്ടില്ല. ബാക്കിയുള്ളവർക്ക് കിട്ടും.
റെഡി വിട്ടോടോ. ആറ് കോഴി. ആരാ? ഞാൻ ചോദിക്കില്ലേ? ഓ. ആരാ? ഞാൻ. ഇരിക്കുമ്പോ വാലാടണ്ട. കുടുംബത്തൊരാള് വന്നാ ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. ആരാ? എന്താണ് ഇരിക്കണത്? ഈ കൂട്ടത്തിൽ ശരിക്കും ആരാ എന്ന് ചോദിക്കാൻ അർഹതയുള്ള തല ഇനി ഏതെങ്കിലും ബാക്കിയുണ്ടോ? ഞാൻ ചോദിച്ചോട്ടെ കാർത്തിയാനി കുഞ്ഞമ്മേ, ഉം. ആരാ? ഞാൻ ബെഞ്ചമിൻ സി കുരുവിള. നസ്രാണിയാണല്ലേ? അല്ല, ക്രിസ്ത്യാനിയാണ്. ഇനി വല്ല മുനിസിപ്പാലിറ്റിന്നും വന്നതാണോ? അല്ല, പിന്നെ ഞാൻ ആര് എന്നത് പ്രശ്നമല്ല. ഇത് മിസ് നന്ദിനി മേനോന്റെ വീടാണോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെ. ഒരു കോറസിന്റെ ആവശ്യമില്ല. ഓ. നിങ്ങളൊക്കെ നന്ദിനിയുടെ ആരാ? ഞാൻ ചെറിയമ്മായി. ആ. ഞാൻ വലിയമ്മായി. ഞങ്ങള് ഭർത്താക്കന്മാരാ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ഞാനും ഭർത്താവാ. ഏ? നന്ദിനിക്കുട്ടിയുടെ ഭർത്താവാകുമ്പോൾ ആളാ. അയ്യോ പാവം. സാറെന്ത് കൃത്യമായിട്ട് പറഞ്ഞു. സാർ, ഞാൻ മീനാക്ഷി, ഇവിടുത്തെ. കുതിരക്കാരിയാണല്ലേ? അയ്യേ. അയ്യോ, എന്തൊരു തമാശ. പിന്നിരിച്ചോണ്ട് നിൽക്കാതെ പോയി നന്ദിനി മോളെ വിളിച്ചോണ്ട് വാ. അയ്യോ, അതെ, ആരാണെന്ന് പറയണം. ഒരു അഭ്യുദയകാംക്ഷയാണെന്ന് പറഞ്ഞാൽ മതി. എന്ത് കാമാക്ഷി? അഭ്യുദയകാംക്ഷ. മനസ്സിലായി, മനസ്സിലായി. അയ്യോ, മനസ്സിലായി. ബോംബോ? ഞാൻ പറഞ്ഞത് തമാശയല്ല. ഐ എം വെരി സീരിയസ്. വിശ്വസിക്കാവുന്ന ഒരാൾ തന്ന റിപ്പോർട്ടാണ്. ആര്? കാർ മെക്കാനിക് പ്രസാദ്. You mean that stupid guy? സാറിന് ഫൂളാക്കാൻ വേണ്ടി അയാൾ ഉണ്ടാക്കിയ കള്ള കഥയാണിത്. വാട്ട്? Sure. എന്റെ പുറകെ 1-2 പ്രാവശ്യം വേഷം കെട്ടുകൊണ്ട് വന്നതാ. ഒരു റൊമാൻറ്റിക് ലൈൻ. ആണോ? Of course. I'm telling the fact. എന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാറിനെ കരുവാക്കിയതാ. ഓഹോ. അയാളുടെ വാക്കും കേട്ട് സാർ ഇങ്ങനെ ഇറങ്ങി തിരിച്ചല്ലോ. How stupid. Oh, I'm sorry. എന്നെ അവൻ ഫൂളാക്കി എന്നാണോ നന്ദിനി പറയുന്നത്? ഓ, ഇത്രയും പറഞ്ഞിട്ട് സാറിന് ബോധ്യാവുന്നില്ലേ? ഓക്കെ. ബെഞ്ചമിൻ സി കുരുവിളെ ഫൂളാക്കി ഒറ്റൊരുത്തനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല. സോറി ടു ട്രബിൾ യു. It's all right. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. എന്റെ റോക്ക് റാപ്പ് കാസറ്റ് കേട്ടോ? കേട്ടു. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? പോലീസുകാർക്കിടയിലും കള്ളന്മാരുണ്ടെന്ന് മനസ്സിലായി. മുഴുവൻ ട്യൂണും മോഷണോ. താങ്ക് യു. അയ്യോ, ഓടല്ലേ വീഴും. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. സാറായിരുന്നോ? സാറെന്താ ഇവിടെ? ഞാൻ തന്നെ ഒന്ന് കാണാൻ വന്ന. ഞാനിവിടെ അല്ല, ഞാൻ അവിടെയാണ്. അതെനിക്കറിയാം. എനിക്ക് പ്രമോഷൻ കിട്ടാൻ വകുപ്പുള്ള ഒരു കോള് താൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അവളെ കണ്ടോ സാർ? ആ, കണ്ടു. എന്റെ പ്രതീക്ഷകൾക്ക് അതീതമായിരുന്നു. തന്നെ കുറിച്ച് അവൾ ഏറെ തിരക്കി. എന്റെ ഈശ്വര, അവൾ ആരാണ്? എവിടെയുണ്ട്? എന്താണ് സാർ പേര്? തോക്കല്ലത് കയ്യാ. അവൾ ആരാണ്, എന്താണ്, എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇട്ടാ പൊട്ടാത്ത ഒരു കള്ള ബോംബിന്റെ കഥ പറഞ്ഞ് നീ എന്നെ വെറും മാമയാക്കിയല്ലടാ. മാമ? ഞാൻ സാറിനെ മാമാന്ന് വിളിക്കോ? ഞാൻ പറഞ്ഞിട്ട് സത്യമാണ് സാർ. വേണ്ട, കള്ള സത്യം പറഞ്ഞ് എനിക്കിട്ട് ഇനിയും ബോംബ് വയ്ക്കാന്ന് കരുതണ്ട. മേലിൽ അവളെ കുറിച്ച് അന്വേഷിക്കുകയോ കണ്ടാൽ നീ ഫോളോ ചെയ്യോ ലൈൻ അടിക്കുകയോ ചെയ്താൽ നിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കണം. അത് മാത്രം കട്ട് ചെയ്യരുത് സാർ, എനിക്ക് ഇനി ആവശ്യമുള്ളതാ. ആ.